നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2, 2026 വ്യാഴം. അങ്ങനെ ഇന്ന് സർപ്രൈസ് ആയിട്ട് തന്നെ വലിയൊരു ഇടിവിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണെങ്കിലും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല, ഇന്ത്യൻ രൂപയ്ക്ക് 12 വർഷങ്ങൾക്ക് ശേഷം സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ നേട്ടം $ഡോളറിനെതിരെ കൈവരിക്കുവാനുമായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം രാവിലെ 6:30 US പ്രസിഡന്റ് ട്രംപ് നടത്തിയ പ്രസംഗത്തിനെ തുടർന്ന് 3 ആഴ്ചത്തേക്ക് ഇറാനും മുകളിൽ ശക്തമായുള്ള ആക്രമണം നടത്തുമെന്നുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ശക്തമായ ഉയർച്ചയ്ക്കിടയാക്കി. മാത്രമല്ല, എല്ലാ മാർക്കറ്റിനും ശക്തമായ ഇടിവിലേക്ക് നീങ്ങേണ്ടതായിട്ടും വന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. തൽഫലമായി ഇന്ന് ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഏകദേശം 10 ലക്ഷം കോടി രൂപ ഒഴുകിപ്പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ന് മാർക്കറ്റ് ഹൈലി വോൾട്ടൈലുമായിരുന്നു. സെൻസെക്സ് ഏകദേശം 2000-ലേറെ പോയിന്റുകളുടെ ഇൻട്രാഡേ മൂവ്മെന്റ് ഇന്ന് നടത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം 1800 പോയിന്റുകളുടെ മൂവ്മെന്റും ഇന്ന് നടത്തുകയും ചെയ്തു. മാത്രമല്ല, ഇന്നത്തെ ഡേ ലോയിൽ നിന്നും നിഫ്റ്റിക്ക് 500-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. തൽഫലമായി നേരിയതാണെങ്കിലും 33 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 22,713 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്കായപ്പോൾ സെൻസെക്സിന് 185 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 100 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1890 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം 1091 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. HCL ടെക്നോളജീസ്, ടെക് മഹീന്ദ്ര, TCS, നെസ്ലെ, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഇറ്റേണൽ, ഏഷ്യൻ പെയിന്റ്സ്, ഐഷ മോട്ടോഴ്സ്, NTPC, സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. അതേസമയം ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഇന്ന് നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഇന്ന് 1% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയും ചെയ്തു. സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി ITക്ക് ഇന്ന് 2.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് 1% നഷ്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. 12 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ 2013 സെപ്റ്റംബർ മാസത്തിനു ശേഷം സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ നേട്ടമാണ് $ഡോളറിനെതിരെ കൈവരിക്കുവാനുമായത്. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 173 പൈസയുടെ നേട്ടത്തോടുകൂടി 93.10 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഓല ഇലക്ട്രിക് അവരുടെ റോഡ്സ്റ്റർ 9.1 ബൈക്കിന്റെ പ്രൈസിൽ 30% വെട്ടിക്കുറയ്ക്കൽ നടത്തിയതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 9% ഉയർച്ചയും അനുഭവപ്പെട്ടു. ഇന്ന് രാവിലെ ട്രംപിന്റെ പ്രസംഗത്തിലുണ്ടായ പുതിയ പ്രസ്താവനകളെ തുടർന്ന് ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതിനെ തുടർന്ന് BPCL, ഹിന്ദുകോപ്പ്, RCF കൂടാതെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് സ്റ്റോക്കുകളിലും മെറ്റൽ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലും 4% ഇടിവും ഇന്ന് അനുഭവപ്പെടുകയും ചെയ്തു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 62.66% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് 38,424 കോടി രൂപയായിട്ട് എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഏകദേശം ഒരു മാസത്തിന് മുൻപ് വരെ ഒരു വർഷക്കാലയളവിൽ ഗ്ലോബൽ മാർക്കറ്റിനെ ആകമാനം വലച്ച ഒരു പ്രശ്നമായിരുന്നു യുഎസിലെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ താരിഫുകൾ. എന്നാൽ പുതിയ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉടനടി തന്നെ ഡ്രഗ് മേക്കേഴ്സിനെതിരായിട്ട് പുതിയ താരിഫുകൾ പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്തകൾ വന്നതിനെ തുടർന്ന് സൺഫാർമ, ഡിവീസ് ലാബ് തുടങ്ങിയ ഫാർമ സ്റ്റോക്കുകളിലും ഇന്ന് ഇടിവ് അനുഭവപ്പെട്ടു. മാത്രമല്ല, നിഫ്റ്റി ഫാർമയ്ക്ക് 1% നഷ്ടത്തോടുകൂടി തന്നെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യൻ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും അമേരിക്കൻ ഡോളറിനെതിരെ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശക്തമായ ഇടിവിനെ ചേർക്കുവാനായിട്ട് ഇന്ത്യൻ രൂപയുടെ ഊഹ കച്ചവടങ്ങളെ നിർത്തിവെക്കുവാൻ വേണ്ടി പോകുന്നുവെന്നുള്ള പ്രഖ്യാപനമായിരുന്നു കാണുകയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഒരു നടപടി പ്രായോഗികമായതിനെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് ശക്തമായ ഒരു നേട്ടം ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 12 വർഷങ്ങൾക്കേറെ കാലങ്ങൾക്ക് ശേഷം സിംഗിൾ ഡേയിൽ കൈവരിക്കുവാൻ സാധിച്ച കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് ബാക്കി ഗ്ലോബൽ മാർക്കറ്റിൽ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന് നേരിടേണ്ടി വന്ന നഷ്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടെ തന്നെ
വ്യാപാരം അവസാനിപ്പിക്കുവാനും ഇടയാക്കിയത്. ഇതിനെ തുടർന്ന് ഇന്ന് വാല്യൂ ബൈയിങ് വളരെ പ്രകടവുമായിരുന്നു. നാളെ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. ഇനി തിങ്കളാഴ്ച വ്യാപാരം പുനരാരംഭിക്കുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഉയർച്ചയെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അനുഭവപ്പെട്ട പോസിറ്റിവിറ്റി ഒരുപക്ഷെ ചോർന്നു പോകുവാനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലും നിലനിൽക്കുന്നത്. പ്രധാനമായും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 1% അഥവാ 480 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 1.25%, ജർമ്മൻ മാർക്കറ്റ് 2%-ടും നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ആകെ ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. കൊമോഡിറ്റിയിൽ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടപ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഏകദേശം 1.5%-ലേറെ ഇടിവ് അനുഭവപ്പെടുകയായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ട്രംപിന്റെ പുതിയ പ്രസ്താവനകളെ തുടർന്ന് ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 7.5%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 7.25%-ന്റെയും ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നതും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 3.5%-ന്റെ ഇടിവും അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $108.63 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $107.96 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. $4,616.24 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടത്തുന്നതും. അതുകൊണ്ട് തന്നെ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ മാർക്കറ്റിന് അവധിയായിരുന്ന ദിവസം രാത്രിയോടുകൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുടെ മുകളിൽ വരുമെന്നുള്ള പ്രസ്താവനകൾ വന്നതിന് ശേഷം അതിശക്തമായ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും അതേ വ്യക്തിയോട് തന്നെ മറിച്ചുള്ള പ്രസ്താവനയെ തുടർന്ന് 48 മണിക്കൂറുകൾക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സായി പാരന്റേറൽസ് ഇന്ന് സ്റ്റോക്ക് NSEയിൽ IPO പ്രൈസിൽ നിന്നും 2% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. GE പവർ ഇന്ത്യ JSW എനർജിയുമായി ലയിക്കുന്നതിന് BSEയിൽ നിന്നും NSEയിൽ നിന്നും അംഗീകാരം കമ്പനിക്ക് ലഭിച്ചു. പവേരിക്ക ഇന്ന് സ്റ്റോക്ക് NSEയിൽ IPO പ്രൈസിൽ നിന്നും 7% പ്രീമിയത്തിന്റെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതും. ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് കമ്പനിയുടെ സംയുക്ത സംരംഭമായ ആസ്ട്ര റഫേൽ കോംസോസിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് 250.58 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അദാനി എനർജി സൊല്യൂഷൻസ് ക്വാർട്ടർ 4 റിസൾട്ട് ഏപ്രിൽ 23, 2026 കമ്പനി പ്രസിദ്ധീകരിക്കും. ഇമാജിക്ക വേൾഡ് എന്റർടൈൻമെന്റ് വാട്ടർ പാർക്ക് ബിസിനസ് നടത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി കേശവ് ഹോളിഡേ റിസോർട്ടുമായിട്ട് ഒരു പ്രവർത്തന പരിപാലന കരാറിൽ കമ്പനി ഏർപ്പെട്ടു. ഗണേഷ് ഗ്രീൻ ഭാരത് ഗോവ കപ്പൽശാലയിൽ നിന്ന് 1500 കിലോവാട്ട് സോളാർ പദ്ധതിക്കായി 6.15 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. RBL ബാങ്ക് യുഎയിലെ പ്രമുഖ ബാങ്കായ എമിറേറ്റ്സ് NBDക്ക് 26,850 കോടി രൂപയ്ക്ക് 60% വരുന്ന RBL ബാങ്കിന്റെ ഓഹരികൾ ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള കരാറിന് RBIയുടെ അംഗീകാരം ലഭിച്ചു. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഗുഡ് ഫ്രൈഡേ ആയതിനാൽ നാളെ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. ഞായറാഴ്ച നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ഏവർക്കും മുൻകൂട്ടിയുള്ള ഈസ്റ്റർ ദിന ആശംസകൾ. ഏവർക്കും നല്ല ഒരു വീക്കെൻഡും കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.